കോൺഗ്രസിന്റെ ഒരു ശക്തിപ്പെടുത്തുന്നതിലേക്കുള്ള വിശാലമായ പുനഃസംഘടനാ വർഷമാണ്. കേരളത്തിൽ വിലയിരുത്താൻ കഴിയുക അല്ല, പുനഃസംഘടനയൊക്കെ അതിൻ്റെ വഴിയെ നടക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കഴിഞ്ഞ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പുമാണ് മെയിനായിട്ട്. ഇവിടെ നമുക്കൊരു പുതിയൊരു ഊർജം കിട്ടും. ഫാസിസത്തിനെതിരായ ഒരു വലിയ പോരാട്ടം തന്നെയായിട്ടാണ്. രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് ശക്തിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളുടെ വിശ്വാസത്തിലൊരു മാറ്റമില്ല. അതിനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം അത് തുടരും, യാതൊരു സംശയവുമില്ല. ഇവിടെ വലിയ ഒരു ഊർജ്ജമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു സമ്മേളനം കഴിഞ്ഞ 2 ദിവസമായി വളരെ നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നല്ല ഒരു ഊർജ്ജം സംഭരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ കേരളം, അതോടൊപ്പം തന്നെ ബീഹാർ, ഗുജറാത്ത്, ഈ 3 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. സ്വാഭാവികമായും ആ 3 സംസ്ഥാനങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി DCC അധ്യക്ഷന്മാരുടെ ഒഴിവുകളുണ്ട്, കുറേ പേര് 3-4 വർഷമായവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി പിന്നെ KPCC അധ്യക്ഷൻ്റെ കാര്യത്തിലെല്ലാം തന്നെയും ഒരു തീരുമാനങ്ങൾ മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനോടൊക്കെ ഒരു പ്രതികരണം? അങ്ങനെ വിശാലമായൊരു പുനഃസംഘടന തന്നെയാണ് അവിടെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുമോ? അല്ല, ഈ 3 സ്റ്റേറ്റുകൾ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗുജറാത്തിൽ AICC സമ്മേളനം നടക്കുന്നത്. കേരളവും അതുപോലെ തന്നെ ഞങ്ങളെ ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷേ ഇത് പുനഃസംഘടന എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഇപ്പം നിലവിൽ ഒരിടത്ത് ഒഴിവൊന്നുമില്ല. പക്ഷേ പുനഃസംഘടനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു നിഗമനം AICCക്ക് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അത് ഉണ്ടാകും. ഉണ്ടെങ്കിൽ തന്നെ ഉടനെ അത് ഉണ്ടാകുകയും ചെയ്യും. അതല്ലാതെ അതിലൊന്നും വച്ച് താമസിപ്പിക്കത്തില്ല. അതാണ് DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ മുകുൾ വാസനിക്കിനൊക്കെ. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം? അല്ല, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം DCC അധ്യക്ഷന്മാർ ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല. അവർ പൂർണ്ണമായും സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കണം 3 വർഷത്തേക്ക്. ആ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശുപാർശകൾക്ക് വലിയ വില കൊടുക്കും. കാരണം അവർക്കായിരിക്കുമല്ലോ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ഉള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും DC പ്രസിഡന്റുമാർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ചുമതലയും കൊടുത്താൽ അവരുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കും. മാത്രമല്ല, അവർ ഇലക്ഷന് മത്സരിക്കാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇമ്പാർഷ്യലായിട്ട് തീരുമാനങ്ങൾ പറയാൻ കഴിയും. ഇലക്ഷൻ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും അവരുടെയൊക്കെ പ്രയോറിറ്റി മാറിപ്പോകും. അപ്പോൾ ആ പ്രയോറിറ്റി മാറാതിരിക്കാൻ വേണ്ടിയിട്ടും പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അത് വളരെ നല്ല കാര്യമാണ്.